പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെയുമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളതായ വേദഭാഗം. കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ആവർത്തന പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള ചില ചിന്തകളിലൂടെ കടന്നു പോകുകയായിരുന്നു. നാം ചിന്തിക്കുമ്പോൾ ആ ഭാഗത്തിന് നമ്മളൊരു തലക്കെട്ട് കൊടുക്കുകയാണെങ്കിൽ, എല്ലാം തന്ന കർത്താവിനെ ഓർക്കുക എന്നതാണ് ആ ഭാഗത്തിൻ്റെ ഉള്ളടക്കം. എല്ലാം തന്ന കർത്താവിനെ എല്ലായ്പ്പോഴും ഓർക്കുക. സമൃദ്ധിയായി നമുക്ക് തന്നിട്ടുള്ള ജീവിതത്തിലെ സകല ആവശ്യങ്ങളിലും ചോദിച്ചതിലും നനച്ചതിലും അത്യധികമായി തന്നിട്ടുള്ള സർവശക്തനായ ദൈവത്തെ മറക്കരുത്. നമ്മൾക്ക് എല്ലാവർക്കുമുള്ള ദൂഷ്യവശങ്ങളിൽ ഒന്നാണ് തന്നത് മറക്കില്ല, തന്നവരെ നമ്മൾ മറക്കും. ചെയ്തത് മറക്കില്ല, ചെയ്തവരെ നമ്മൾ മറക്കും. പിന്നെ വല്ല തിന്മയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ തിന്മ ചെയ്ത ആളെ ഒരിക്കലും മറക്കില്ല. നന്മ ചെയ്തവരെ നമ്മൾ വേഗത്തിൽ മറന്നു കളയും. ഇവിടെ 6-ാം അധ്യായത്തിൽ മോശ മുഖേന ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറഞ്ഞത്, ധാരാളമായി നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ മറക്കരുത്, എല്ലാം തന്ന കർത്താവിനെ മറക്കരുത്. പ്രധാനമായും 2-3 വസ്തുതകളാണ് ആ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. എന്താണ് അവിടെ കൊടുത്തത്? ആ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, പണിയാത്ത വീടുകളിൽ താമസിക്കും. മറ്റൊന്ന്, കുഴിക്കാത്ത കിണറുകളിൽ നിന്ന് കുടിക്കും. മറ്റൊന്ന്, നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ആസ്വദിക്കും. ഒന്ന്, നിങ്ങൾ പണിയാത്ത വീടുകളിൽ താമസിക്കും. 2, നിങ്ങൾ താഴ്ത്താത്ത കുഴിക്കാത്ത കിണറുകളിൽ നിന്ന് കുടിക്കും. 3, നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിൽ നിന്ന് നിങ്ങൾ ആസ്വദിക്കും. ഇത് പഴയ നിയമ ഇസ്രായേലിന് യഹോവയായ ദൈവം കൊടുത്ത വളരെ ശക്തമായ ഒരു സന്ദേശം അതിനകത്തുണ്ട്. അവർ പ്രവേശിക്കാൻ പോകുന്ന കനാൻ നാട്ടിൽ, യോർദാനിൽ കടന്നു ചെല്ലുമ്പോൾ അവർക്കായി ഭാഗിക്കപ്പെടുന്ന ഭാഗങ്ങളിൽ, സ്ഥാനങ്ങളിൽ, ഗോത്രങ്ങൾക്കായി പങ്കുവെച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ നിത്യവൃത്തിക്കുള്ളത് വലിയവനായ ദൈവം അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള കാലയളവുകൾക്കകത്ത് അവർക്ക് വേണ്ടി ദൈവത്താൽ അത് അവിടെ പാർത്തിരുന്ന കനാന്യർ, യെബൂസ്യർ എന്നിങ്ങനെ 12 നാട്ടുരാജ്യങ്ങളായി അവരൊക്കെ അത് അവർക്ക് വേണ്ടി ചെയ്തു. ഇവർ യോർദാൻ കടന്ന് കനാൻ നാട്ടിൽ പ്രവേശിച്ചപ്പോൾ 12 ഗോത്രങ്ങളും യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്ത് അതെല്ലാം അവകാശമാക്കി. പ്രിയരെ, അവർ പണിയാത്തത് അവർക്ക് ലഭിച്ചു. അവർ കുഴിക്കാത്തതെന്ന് അവർ കുടിച്ചു. അവർ ഇറക്കാത്ത കൃഷി അവർ ആസ്വദിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ തന്നെ വലിയവനായ കർത്താവ് 3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അവൻ നമ്മളെ രക്ഷിച്ചു. അവൻ നമ്മളെ വീണ്ടെടുത്തു. വീണ്ടെടുപ്പിന് നമ്മൾ ആരും അർഹരായിരുന്നില്ല, നമ്മൾ യോഗ്യരായിരുന്നില്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്നു നമ്മൾക്ക്. ദൈവിക വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ അന്യരും പരദേശികളുമായിരുന്നു. ദൈവകൃപയിൽ നിന്ന്
നമ്മൾ വളരെ ദൂരെ കഴിഞ്ഞവരായിരുന്നു. ദൈവകൃപയിൽ നിന്ന് നമ്മൾ വീണുപോയിരുന്നു. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നമ്മൾ അന്യരായിരുന്നു. അത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞിരുന്ന ജാതിയിലായിരുന്ന നമ്മൾക്ക് അർഹമല്ലാത്ത രക്ഷ സർവശക്തനായ കർത്താവ് കാൽവറിയിൽ ഒരുക്കി. നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ചെല്ലുക, അവകാശമാക്കുക. രക്ഷിക്കപ്പെടുക എന്നുള്ളതും രക്ഷ എന്നുള്ളതും രണ്ടും രണ്ട് കാര്യമാണ്. ഒന്ന് ദാനമാണ്, മറ്റൊന്ന് പ്രവൃത്തിയാണ്. ദൈവം ദാനമായി നൽകിയ രക്ഷ അത് സകല മാനവരാശിക്കുമായി കൊടുത്തിരിക്കുന്നു. യഹൂദനെന്നില്ല, യവനെന്നില്ല, ജൈനനെന്നില്ല, ബുദ്ധമതസ്ഥരെന്നില്ല, ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ജാതി മത വർഗ വർണ്ണ ഭാഷാ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സൗജന്യമായി കർത്താവ് ഒരുക്കിയ രക്ഷ, നമ്മൾ ഒരുക്കാത്ത രക്ഷ, നമ്മളുടെ യോഗ്യത കൊണ്ട് ലഭിക്കാത്ത രക്ഷ കാൽവറിയിൽ വലിയവനായൊരു കർത്താവ് ഒരുക്കി. ആ രക്ഷയെ ഞാൻ ചെന്ന് സ്വന്തമാക്കണം. ഞാൻ വിശ്വാസത്താൽ ഏറ്റുപറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വാ കൊണ്ട് ഏറ്റുപറയണം. എന്ത്? യേശു കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. വേറെ കുറുക്ക് വഴികളൊന്നുമില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. നമ്മൾക്ക് യോഗ്യതയില്ലാതിരിക്കെ സ്വർഗം ദാനമായി തന്ന രക്ഷ വിശ്വാസത്താൽ സ്വന്തമാക്കണം. പഴയ നിയമ ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ പണിയാത്ത വീടുകളിൽ നിങ്ങൾ പാർക്കും. ചിന്തിച്ചു നോക്കാമോ? നമ്മൾക്ക് വേണ്ടി കൈപ്പണിയല്ലാത്തൊരു ഭവനം നമ്മുടെ കർത്താവ് നമ്മൾക്കായിട്ട് ഒരുക്കുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കാണാം, 1200 നാഴിക വീതി, നീളം, ഉയരമുള്ള ഒരു കെട്ടിടം ദൈവത്തിൻ്റെ മക്കൾക്കായി, രക്ഷിക്കപ്പെട്ട മക്കൾക്കായി, വീണ്ടും ജനിച്ച മക്കൾക്കായി വലിയവനായ കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. ആ ഭവനത്തിൽ നമ്മൾ പാർക്കും. 21-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, അതിൻ്റെ ഓരോ പണിയും നവരത്ന ഖചിതമാണ്. ആ പുതിയ മന്ദിരം, ആ പുതിയ യെരൂശലേം, അതിൻ്റെ വീഥികൾ, അതിൻ്റെ ഗോപുരം, അതിൻ്റെ അന്തഃപുരം, ഇങ്ങനെ 3 പാർട്ടായിട്ട് അത് പണിയപ്പെട്ടിരിക്കുകയാണ്. അതിനകത്തും ഒരു രസമുണ്ട്, ഒരു സന്തോഷമുണ്ട്. അന്തഃപുരത്തിലാണ് നമ്മളെ അവൻ ഇരുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അന്തഃപുരവാസികളാണ് നമ്മൾ. എങ്ങനെയാണ് നമ്മൾ അന്തഃപുരവാസികളാകുന്നത്? നമ്മുടെ നാഥൻ അവിടെയാണ്, നമ്മുടെ കർത്താവ് അന്തഃപുരത്തിലാണ്. ആകയാൽ കാന്തനായവൻ എവിടെ ഇരിക്കുന്നുവോ അവിടെയാണ് കാന്തയും ഇരിക്കുക. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ പണിയാത്ത ഒരു ഭവനത്തിൽ ഞാൻ പാർക്കുന്നൊരു കാലമുണ്ട്. അതിനുള്ള ഏക തടസ്സം യോർദാൻ കടന്നിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മരണ യോർദാൻ കടന്നാൽ അടുത്തത് ഞാൻ പണിയാത്ത ഭവനത്തിൽ ഞാൻ പോയി പാർക്കും. മരണം എനിക്കൊരു അനുഗ്രഹമാണ്. ഞാൻ മരിച്ചാൽ, യോർദാൻ വിട്ടാൽ, യോർദാൻ അക്കരെ കടന്നാൽ ഞാൻ പണിയാത്ത ഭവനത്തിൽ ഞാൻ പോയി പാർക്കും. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല, അവിടെ ഒരു ജീവജല നദിയുണ്ട്. ആ ജീവജല നദി ഏതാണ്? സെഖര്യാവിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ 3-ാം അധ്യായത്തിലാണ് ഒരു ദൈവിക സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ജീവജല നദിയുണ്ട്. ആ നദിയിൽ നിന്ന് നമ്മൾ കുടിക്കും.
നിത്യജീവന്റെ ജലം, ജീവജലം, പരിശുദ്ധാത്മാവാകുന്ന അഭിഷേകത്തിന്റെ ജീവജല നദിയുടെ ഒഴുക്ക്, ആ ജീവജല നദിയിൽ നിന്ന് ധാരാളമായി നമ്മൾ കുടിക്കും. ആലയത്തിന്റെ ഉമ്മരപ്പടിക്ക് കീഴെ നിന്ന് പുറപ്പെടുന്ന ജീവജല നദിയുടെ ഉറവിങ്കിൽ നിന്ന് നമ്മൾ കുടിക്കും. നമ്മളുടെ ദാഹം തീർക്കുന്ന ആ ജീവജലം നമ്മൾ കിണർ കുഴിച്ചിട്ടല്ല, നമ്മളവിടെ കുടിവെള്ള സംവിധാനം ചെയ്തിട്ടല്ല, ഞാനൊന്നും അധ്വാനിക്കാതെ തന്നെ എനിക്ക് കുടിക്കാനുള്ളതും കഴിക്കാനുള്ളതും വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഭാഗം ധ്യാനിച്ച് ചിന്തിച്ചപ്പോൾ രൂത്തിനെ ഓർത്തുപോയി. രൂത്ത് മോവാബ് ദേശത്ത് നിന്ന് നവോമിയുടെ കൂടെ ബേത്ലഹേമിൽ വന്നു. ബേത്ലഹേമിലെത്തിയ രൂത്ത് കുടിച്ചത് എവിടെ നിന്നാണ്? ബോവസ് ബാല്യക്കാരത്തിയോട് കൽപ്പിച്ച് എടുത്തു വെച്ച വെള്ളത്തിൽ നിന്ന് അവർ കുടിച്ചു, അവരോടുകൂടെ ഭക്ഷിച്ചു. രൂത്ത് കണ്ടിട്ടില്ലാത്ത പുത്തൻ ഭവനത്തിൽ പാർത്തു. ദൈവമക്കളെ, രൂത്തിന് വേണ്ടി സകലതും ബോവസ് കരുതി വെച്ചതുപോലെ ഇന്ന് ഈ വചനം കേൾക്കും ദൈവമക്കളെ, ഞാനും നിങ്ങളും ഒന്നും അധ്വാനിച്ചില്ലെങ്കിലും നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും നമുക്ക് നമ്മുടെ കർത്താവ് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ആരും തലകുത്തി നിൽക്കണ്ട. വചനം പഠിച്ചാൽ വചനത്താൽ തിരുത്തപ്പെടണം. നമ്മൾ ഒരു കാലത്ത് നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ ശിശുക്കളെ പോലെ ചിന്തിച്ചു, ശിശുവായിരുന്നപ്പോൾ ശിശുക്കളെ പോലെ ചിന്തിച്ചു. എന്നാൽ പ്രായം വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്തയ്ക്കും ചിന്താമണ്ഡലത്തിനും കാഴ്ചപ്പാടിനും വ്യത്യാസം വന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു വർധനവും വളർച്ചയും നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഉണ്ടാകണം. രക്ഷ സൗജന്യമാണ്. മറ്റൊന്നെന്താണെന്നറിയാമോ? ക്ഷമ. അവൻ നമ്മുടെ സകല പാപങ്ങളും സൗജന്യമായി ക്ഷമിക്കും. സൗജന്യമായി ക്ഷമിക്കും. അറിയായ്മയുടെ കാലത്ത് പാപക്ഷമയ്ക്ക് വേണ്ടി കരി കൊടുത്തിട്ടുണ്ട്, പണം കൊടുത്തിട്ടുണ്ട്, തിരി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പാപക്ഷമയ്ക്ക് വേണ്ടി നമ്മൾ നടയിൽ വെച്ചിട്ടുണ്ട്, കരി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പണം വെച്ചിട്ട് പോയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച് നമ്മളെ തിരുത്തിയപ്പോൾ മനസ്സിലായി, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കാൻ ഞാനൊന്നും കൊടുക്കേണ്ടതില്ല. എൻ്റെ കർത്താവ് എൻ്റെ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. ക്ഷമ സൗജന്യമാണ്. ഇന്ന് ഈ വചനത്തിന്റെ മുൻപിൽ ഇരുന്ന് ഏത് പാപത്തെ ഏറ്റുപറയുന്നുവോ, ഏറ്റുപറയുമ്പോൾ തന്നെ ക്ഷമ തരാൻ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമ്മൾക്കായി ജീവിക്കുന്നു. ഇതാണ് സത്യസുവിശേഷം. ഇതാണ് സത്യസുവിശേഷം. എൻ്റെ പാപം ക്ഷമിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അവൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, അവൻ ആരുടെയും കയ്യിൽ കൊടുത്തിട്ടില്ല. എൻ്റെ പാപം ക്ഷമിക്കാൻ എൻ്റെ കർത്താവിന് മാത്രമേ കഴിയൂ. പാപമില്ലാത്തവന് മാത്രമേ എൻ്റെ പാപത്തെ ക്ഷമിക്കാനായിട്ട് കഴിയൂ. നിങ്ങളുടെ പ്രയത്നഫലം നിങ്ങൾ എന്തിനാണ് ചെലവിടുന്നത്? അവൻ നമ്മെ വിളിക്കുന്നു, അല്ലയോ ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൈപ്പണിയില്ലാത്തൊരു ഭവനം ഒരുക്കിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുഴിക്കാത്ത കിണറിൽ നിന്ന് കുടിപ്പാൻ, ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് കുടിപ്പാൻ സൗജന്യമായി വെച്ചിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങൾ ആസ്വദിക്കും, മുന്തിരിത്തോട്ടങ്ങൾ ആസ്വദിക്കും. നമ്മൾക്ക് വേണ്ടി അവൻ ഒരുക്കിയിരിക്കുന്നു നിത്യജീവൻ. നിത്യജീവൻ അവൻ നമ്മൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. 3 കാര്യങ്ങൾ: രക്ഷ, ക്ഷമ, നിത്യജീവൻ. ഇത് 3 നമ്മൾക്ക് വേണ്ടി അവൻ സൗജന്യമായി ഒരുക്കിയിരിക്കുന്നു. എവിടെ കടക്കണം? യോർദാൻ കടക്കണം. യോർദാൻ കടന്നാൽ പുതിയ നിയമ ഇസ്രായേലിന്, രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി
അവൻ ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ആരുടെയും ചെവിക്ക് അത് കേട്ടിട്ടുമില്ല. അത്ര മനോഹരവും സുന്ദരവുമായത് വലിയവനായ കർത്താവ് എനിക്കും നിങ്ങൾക്കുമായി അവനത് ഒരുക്കിയിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിൻ്റെ വലിപ്പമാർന്ന ആ വല്ലഭത്വത്തെ അറിഞ്ഞ് നമുക്ക് നിൽക്കാനും മുൻപോട്ട് പോകാനുമായിട്ട് സാധിക്കണം. ദൈവമക്കളെ, അതിനോട് ചേർന്ന് താഴെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ആ ദൈവത്തെ, അതിൻ്റെ 12-ാമത്തെ വാക്യം നിങ്ങൾ ഓർക്കൂ, വായിക്കൂ. യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ, മറ്റ് ദൈവങ്ങളെ പിന്തുടരുന്നത് ഒഴിവാക്കുവാൻ ദൈവം കൽപ്പിക്കുന്നു. രണ്ടാമത്തെ വസ്തുത എന്താണ്? ഒന്ന്, എല്ലാം തന്ന കർത്താവിനെ ഓർക്കണം. രണ്ട്, മറ്റ് ദൈവങ്ങളെ പിന്തുടരാതിരിക്കുവാൻ ദൈവം നമ്മളോട് കൽപ്പിക്കുകയാണ്. ദൈവത്തെ മറക്കരുത്. സമൃദ്ധിക്ക് ഒരു ശക്തിയുണ്ട്. സമൃദ്ധിക്ക് ഹൃദയങ്ങളെ അഭിമാനികളും മറവിക്കാരുമാക്കുവാൻ ശക്തിയുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല. ജ്ഞാനിയിൽ വെച്ച് ജ്ഞാനിയായ ശലോമോൻ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. 8-ാം വാക്യം. 9-ാമത്തെ വാക്യം നമുക്ക് ചേർന്ന് ഇങ്ങനെ വായിക്കാം. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും, ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. പ്രൈസ് ദ ലോർഡ്. എൻ്റെ സമൃദ്ധിയുടെ മധ്യേ ദൈവത്തെ മറക്കാൻ ഒത്തിരി സാധ്യതകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ദൈവമക്കളെ, ഹോശിയ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ എബ്രയീമിൻ്റെ പല പാപങ്ങളിൽ ഒരു പാപമായിരുന്നു ദൈവത്തെ മറന്നു എന്നുള്ളത്. 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അത് ഇങ്ങനെയാണ്: അവൾ ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാണിച്ചു, കുണുക്കും ആഭരണങ്ങളും കൊണ്ട് തന്നെ അലങ്കരിച്ചു, തൻ്റെ ജാരന്മാരെ പിന്തുടർന്ന് എന്നെ മറന്നു കളഞ്ഞ നാളുകളെ ഞാൻ അവളോട് സന്ദർശിക്കും. പ്രൈസ് ദ ലോർഡ്. എന്നെ മറന്നു കളഞ്ഞ നാളുകളെ ഞാൻ അവളോട് സന്ദർശിക്കും. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവീൻ, അവൻ നിങ്ങളെ കീറിക്കളയും. ചേർന്ന് കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. എബ്രയീം മറ്റൊന്നാണ്. അവൻ മറച്ചിടാത്ത ദോശ പോലെയാണ്, അവൻ പൊട്ട അണലി പോലെയാണ്. എന്നെ കേൾക്കും ദൈവമക്കളെ, അതുപോലെ ആയിരിക്കുന്ന ആ ജനം അവരെ നോക്കി യഹോവയായ ദൈവം വിലപിച്ചതാണ്: നിങ്ങൾ എന്നെ മറന്നു, നിങ്ങൾ എന്നെ വിസ്മരിച്ചു. ഈജിമോബിന്റെയുടെ പ്രവർത്തകരായ നിങ്ങളോടും ഈജിമോബിന്റെയുടെ വേലയോർത്ത് പ്രാർത്ഥിക്കുന്നവരായ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരോടും ഈ വചനം ശ്രദ്ധിക്കുന്ന ഏവരോടും പറയാനുള്ളത്: ഭാരതത്തിൻ്റെ മണ്ണിൽ ദൈവത്തിൻ്റെ മക്കൾ ഒരു യുദ്ധ കാഹളം കേട്ട് പടക്കിറങ്ങിയിരിക്കുന്ന സമയമാണ്. സുവിശേഷ വിരോധികൾ പടയ്ക്ക് പുറപ്പെട്ടിരിക്കുന്നു. അനേകരെ ചെയ്യാത്ത കുറ്റത്തിന് FIR എഴുതപ്പെട്ട് ജയിലുകളിൽ കിടക്കുകയാണ്. ജാമ്യമില്ലാത്ത വകുപ്പിന് 50, 60, 70 വർഷത്തേക്ക് ശിക്ഷിച്ചിട്ടിരിക്കുകയാണ്. അനേകം ദൈവമക്കൾ പീഡയേറ്റ് ജീവിക്കുകയാണ്, അടികൊണ്ട് ജീവിക്കുകയാണ്. ഇത്ര വലിയ പോരാട്ടം നടക്കുമ്പോൾ നമ്മൾ ഈ യുദ്ധ ദിവസത്തിൽ പിന്മാറിപ്പോകരുതേ, പിന്മാറിപ്പോകരുതേ. മുട്ടുകൾക്ക് ബലമുണ്ടാകട്ടെ,
കൈകൾക്ക് കരുത്തുണ്ടാകട്ടെ, അധരങ്ങൾക്ക് സ്തോത്രത്തിൻ്റെ ശക്തി ഉണ്ടാകട്ടെ. എൻ്റെ കർത്താവിന് വേണ്ടി ഞാനും യുദ്ധം ചെയ്യും. എബ്രീമ്യർ ദൈവത്തെ മറക്കുക മാത്രമല്ല, യുദ്ധ ദിവസത്തിൽ പിന്മാറിപ്പോയി. അവന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ദൈവം തന്നിരിക്കുന്ന ഒരു സമയമാണിത്. പാഴാക്കരുത് ദൈവമക്കളെ, പാഴാക്കരുത്. വയ്യാത്തൊരു കാലം എനിക്കും നിങ്ങൾക്കും വരും. ഒരുപക്ഷെ ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് 10 വർഷം എന്നുള്ളത് ചിന്തിക്കാനേ കഴിയാത്തതായിരിക്കാം. അങ്ങനെയൊന്നും ഓർക്കണ്ട. വലിയവനായ ദൈവം എന്നെ കൊണ്ട് ആഗ്രഹിക്കുന്നിടത്തോളം കാലം, എന്നെ അവൻ ഉപയോഗിക്കാൻ അവന് ഇഷ്ടമുള്ളിടത്തോളം കാലം, അവന് വേണ്ടി നിൽപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ഈ കസേരയിൽ നിന്ന് കർത്താവിനോടൊന്ന് പറയാമോ? കർത്താവേ, എൻ്റെ വയ്യായിക വരുന്ന കാലം ഞാൻ നോക്കുന്നില്ല. നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നിടത്തോളം കാലം, നീ എന്നെ ഉപയോഗിക്കാൻ നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം, എന്നെ ഉപയോഗിക്കേണ്ടതിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ആരാധ്യനായി ആരാധിപ്പാനായി നമുക്കൊരു ദൈവമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവാണ്. ജീവിതത്തിൽ കൃത്യമായ തീരുമാനം വേണം. എല്ലാം തന്ന കർത്താവിനെ മറക്കാതിരിക്കണം. മറ്റ് ദൈവങ്ങളെ പിന്തുടരാതിരിക്കണം. ഈ ദൈവത്തെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഞാനിവിടെ ഈ ശുശ്രൂഷയ്ക്ക് വിരാമം കുറിപ്പാനായിട്ട് ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്.